ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SAT സീരീസിലെ ഭരണഘടനാ വിഭാഗം പോളിറ്റി വിഭാഗത്തിലുള്ള ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 വരുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ ഭാഗം 1 ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഭാഗം 2 വരുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നിയമവും സമൂഹവും എന്ന 11ാമത്തെ ഈ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പ്രകാരം നിയമം എന്ന ഒരു വിഷയ മേഖല ഇതിനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും എന്ന ഈ ഒരു ചാപ്റ്റർ പരാമർശിക്കുന്നത്. നിയമ സംരക്ഷണവും പാലനവും ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇവിടെ ആദ്യം തന്നെ ഇത് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, അതായത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലാണ് ആശയങ്ങൾ ഇവിടെ കൺവേ ചെയ്ത് പോകുന്നത്. ആദ്യം ഇവിടെ ഒരു ഗെയിമിന്റെ പിക്ചറാണ്, കുളം കര എന്ന് പറയുന്ന ഒരു കളിയുടെ ഒരു വിഷ്വൽ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു ഗെയിം കളിക്കുന്നതിനായിട്ട്. എന്നാൽ ഈ ഒരു നിയമം തെറ്റിച്ചാൽ ഈ ഒരു ഗെയിമിൽ നിന്ന് പുറത്താവും അല്ലേ. സാധാരണയായി ഉള്ളതുപോലെ തന്നെ എല്ലാ കളികൾക്കും ചില വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് കൃത്യമായ രീതിയിൽ ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് വിദ്യാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പ്രവർത്തനത്തിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? സമയക്രമം പാലിക്കുക, യൂണിഫോം ധരിക്കുക തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ പാലിക്കപ്പെടേണ്ട നിയമങ്ങളാണ്. എന്നാൽ ഇത് പാലിക്കപ്പെടാതിരുന്നാൽ അതിന് തക്കതായ ശിക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ നിയമം പാലിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നിയമം എന്നത് പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അത് സ്കൂളിലോ അല്ലെങ്കിൽ ഗെയിമുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ സമൂഹത്തിലും ആവശ്യമായുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം? സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ നിയമം എന്നാൽ സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളെയുമാണ് നമ്മൾ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു നിർവചനമായി പറഞ്ഞിട്ടുള്ളത്. നിയമം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക. ഓക്കെ, മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമായിട്ടുള്ളതാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു സമൂഹത്തിൽ എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തണം, സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇതിനെല്ലാം നമുക്ക് നിയമങ്ങൾ അനിവാര്യമാണ്. അതായത് സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളുമൊക്കെ ആവശ്യമായിട്ടുണ്ട്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. അതായത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ വ്യക്തികൾ ഒന്നിച്ചു താമസിക്കുന്ന സമയത്ത് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വ്യത്യസ്ത പെരുമാറ്റത്തിലുള്ള വ്യക്തികൾ ഒന്നിച്ചു നിൽക്കുന്നു. അപ്പോൾ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം എന്നിവയൊക്കെ ജനങ്ങൾക്കുണ്ട്. ഈ ഒരു സമയത്ത് ചില വ്യവസ്ഥകൾ അവർക്ക് മുന്നിൽ വെക്കേണ്ട ആവശ്യമുണ്ട്, ചില നിയന്ത്രണങ്ങൾ അവിടെ ആവശ്യമുണ്ട്. എന്തെന്നാൽ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നത് മുന്നിൽ നിൽക്കെ തന്നെ പൊതു താല്പര്യങ്ങൾ കൂടി അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചില ചിട്ടകൾ, ചില നിയമങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില ചിട്ടകൾ, വ്യവസ്ഥകൾ, നിയമങ്ങളൊക്കെ പൊതുവിൽ നിലവിലുണ്ട്. ഇവയെല്ലാം നമ്മൾ പാലിക്കേണ്ടവയുമാണ്. എന്നാൽ ഈ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ എന്ത് സംഭവിക്കും?
നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയാണ് നിയമലംഘനം എന്നത് സംഭവിക്കാതിരിക്കുന്നതിനായി നിയമലംഘനം ശിക്ഷാർഹമായി നിലനിർത്തുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പൊതുവെ രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിൽ രൂപപ്പെടുന്നു. എങ്ങനെയൊക്കെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളാണ് ഒന്നാമത്തേത്. രണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. രണ്ട് തരത്തിലാണ് നിയമങ്ങൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. രണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. അപ്പൊ എന്താണ് ഈ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്? സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ എല്ലാം അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാമൂഹിക സംഘം അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ രീതിയിൽ അവയുടെയൊക്കെ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന, ഇവയ്ക്കെല്ലാം അനുയോജ്യമായി അവർ കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവയുടെ എല്ലാം തന്നെ അലിഖിതമായ ചില നിയമങ്ങളുണ്ട്. ഇതിനെ നമ്മൾ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നു, സോഷ്യൽ നോംസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറച്ച് നിയമങ്ങൾ എല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ സാമൂഹിക വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു തരം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെട്ട നിയമങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു സാമൂഹിക വഴക്കങ്ങളിൽ നിന്നാണ് പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇവ നമ്മളിവിടെ പറഞ്ഞതുപോലെ അലിഖിത നിയമങ്ങളാണ്. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയാണ്. അലിഖിതമായ നിയമങ്ങളാണ് സോഷ്യൽ നോംസിലുള്ളത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമാണ് ഇവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമാണ് ഈ പറഞ്ഞ സോഷ്യൽ നോംസ് അല്ലെങ്കിൽ സാമൂഹിക വഴക്കങ്ങളിലെ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമാണ് ഈ നിയമങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എങ്കിൽ കൂടിയും സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന മിക്ക നിയമങ്ങളും തന്നെ പിന്നീട് മാറ്റപ്പെടുകയോ അതുപോലെ തന്നെ കാലോചിതമായിട്ട് പരിഷ്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവയാണ് പൊതുവെ നിയമങ്ങൾ. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഗതാഗത നിയമങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം തുടങ്ങിയവയൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ പരിചിതമായിട്ടുള്ള നിയമങ്ങളാണ്. എങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്? ഈ നിയമങ്ങൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ നിയമം നിർമ്മിക്കപ്പെടുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭ വഴി രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നു. എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെ രാഷ്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങളായി കണക്കാക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ, ആ ഒരു ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. അപ്പൊ ഇതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭ വഴി ഈ രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴി നിയമങ്ങൾ നിർമ്മിക്കുന്നു. എന്നാൽ ഗവൺമെന്റുകൾ മാത്രം മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതായത് ജനങ്ങൾക്കും അതിൽ പങ്കാളികളാകാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്.
കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുമുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകൾ കൂടിയും നിയമങ്ങൾ രൂപപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതായത് ഇന്ന് അനുവദനീയമല്ലാത്തതും മുൻപ് അംഗീകരിക്കപ്പെട്ടതുമായ പല പെരുമാറ്റങ്ങളും പ്രവർത്തികളും ഒക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നവയാണ്. എന്നാൽ പിന്നീട് കാലോചിതമായി പല പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം നിയമങ്ങൾ നമ്മുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും ഉറപ്പു നൽകുന്നതോടൊപ്പം തന്നെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും പല വിധത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗതാഗത നിയമങ്ങൾ, ബാലാവകാശ നിയമങ്ങൾ, വിദ്യാഭ്യാസാവകാശ നിയമം, മനുഷ്യാവകാശം, വിവരാവകാശം, പ്രകൃതി സംരക്ഷണ നിയമം പോലെയുള്ള വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ആധുനിക ഗവൺമെന്റും ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ സഭകൾ വഴി രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ്. എന്നാൽ ഗവൺമെന്റ് മാത്രമല്ല ഇവിടെ വിവിധ തരത്തിലുള്ള നിയമത്തിന്റെ ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കാക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, കോടതി വിധികൾ, വ്യാഖ്യാനങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും നിയമത്തിന്റെ രൂപീകരണത്തിന് കാരണമായി മാറാറുണ്ട്. നിയമ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, സാമൂഹിക വഴക്കങ്ങൾ, കോടതി, നിയമനിർമ്മാണ സഭ, പൊതുജന അഭിപ്രായം, ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം, ഇത്തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുകൂടിയും ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ഇവയെല്ലാം നിയമത്തിന്റെ ഉറവിടങ്ങളായി നമുക്ക് കണക്കാക്കാം. ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ രാജ്യത്തിന് മുഴുവൻ ബാധകമായി നൽകപ്പെടുന്ന നിയമങ്ങളാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിലും. എന്നാൽ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് എങ്കിൽ അവ സംസ്ഥാനത്തിന്റെ നിയമസഭകളിലുമാണ് നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കേരള നിയമസഭയിലുമാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് കുറച്ച് സിഗ്നൽസ് ആണ്. എന്തൊക്കെയാണ്? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ സിഗ്നൽസ് നോക്കിയാൽ നമുക്ക് സിഗ്നൽസ് നോക്കിയാൽ മനസ്സിലാകും. ഒന്നാമത്തേത് സൈക്കിൾ സവാരി പാടില്ല. രണ്ടെന്താണ്? കാൽനട യാത്ര പാടില്ല. ഇത് പാർക്കിംഗ് പാടില്ല എന്നുള്ളതാണ്. ഇത് സ്കൂൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് സ്കൂളുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തേത് എന്താണ്? റെയിൽവേ ഗേറ്റ് ആണ്. റെയിൽവേ ഗേറ്റ്. 6 റോഡ് മുറിച്ചു കടക്കാം എന്ന ആശയമാണ് നൽകുന്നത്. 7ാമത്തെ ഒരു സിഗ്നൽ തന്നിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കുക. 8ാമത് നമുക്ക് തന്നിട്ടുള്ളത് ഹോൺ പാടില്ല എന്നുള്ളതാണ്. 9 ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഓരോ ചിത്രവും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. റോഡ് സുരക്ഷയെ പറ്റി മനസ്സിലാക്കുന്നതിനും അതുപോലെ റോഡ് സുരക്ഷയെ പറ്റി ഒരു അവബോധം വളർത്തിയെടുക്കുന്നതിനും റോഡ് നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുമൊക്കെ ഈ ചിത്രങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. റോഡ് സുരക്ഷയുടെ നിയമങ്ങളുടെ ഭാഗമായിട്ടുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സൂചികകളാണ് ഇവ ഓരോന്നും. ഇവ മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ദൈനംദിന ജീവിതം റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും അപകടരഹിതവുമാക്കുന്നതിനും വേണ്ടി നമ്മെ സഹായിക്കും. കാൽനട യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും ഈ നിയമം പാലിക്കുന്നതിന് ബാധ്യസ്ഥരാണ്. റോഡ് നിയമം എന്നുള്ളത് കാൽനട യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്കും ഒരുപോലെ ബാധകമാണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഗതാഗത നിയമം പാലിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ സ്വന്തം സുരക്ഷയും അതുപോലെ മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നു.
റോഡ് നിയമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിനും മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് സാധിക്കുന്നു നമ്മൾ പറഞ്ഞു. റോഡ് സുരക്ഷാ നിയമങ്ങൾ കാൽനട യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും പ്രത്യേകം പാലിക്കേണ്ട നിയമങ്ങളാണ്. കാരണം എന്താണ്, ഇപ്പോൾ വാഹനങ്ങളുടെ വർധനവ് മൂലം റോഡ് അപകടങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റോഡിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും പ്രധാനപ്പെട്ടതാണ്. കാൽനട യാത്രക്കാർ ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാൽനട യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്തുകൂടിയാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നത് എങ്കിൽ പിന്നിൽ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോഡിന്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക. നടപ്പാത ഇല്ലെങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന് മാത്രം നടക്കുക. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം റോഡ് മുറിച്ചു കടക്കുക. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം റോഡ് മുറിച്ച് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാൽനട യാത്രക്കാർ കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നത് വരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ചിട്ടുള്ള മേൽപ്പാലങ്ങൾ, ഫുട് ഓവർ ബ്രിഡ്ജ്, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇവയെല്ലാമാണ് കാൽനട യാത്രക്കാർക്കായുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം റോഡിലൂടെയുള്ള സഞ്ചാരം സുഗമമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിയമവും സൈബർ ലോകവും. അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി സൈബർ ലോകത്തെക്കുറിച്ചാണ്. അപ്പൊ ഇവിടെ ആദ്യം കുറച്ചൊരു പദസൂര്യൻ പോലെ നൽകിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക. വീഡിയോ കോളിലും വ്യാജൻ, സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി, വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. അപ്പൊ ഇത്തരത്തിൽ വാർത്താ തലക്കെട്ടുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും നവമാധ്യമങ്ങളിലൂടെ വിവിധ തരം തട്ടിപ്പുകൾ നടക്കുന്നു. ഇവ നിയന്ത്രിക്കാനും നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയും ഓൺലൈൻ സംവിധാനങ്ങളും ഒക്കെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറ. ഈ പ്രായത്തിൽ തന്നെ, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ഓൺലൈൻ സാങ്കേതിക വിദ്യയുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേയുള്ള തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറ കൂടുതൽ സൈബർ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ള ഈ തലക്കെട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇത്തരത്തിൽ ധാരാളം തട്ടിപ്പുകൾ നിലവിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളെ തിരിച്ചറിഞ്ഞ് സുരക്ഷിതരാകുന്നതിനായിട്ട് സൈബർ സുരക്ഷാവബോധം കുട്ടികളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്നത്. വിവര സാങ്കേതിക വിദ്യ നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പലവിധ നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് ഈ പറഞ്ഞ വിവര സാങ്കേതിക വിദ്യ നിയമം 2000 എന്നത്. ഈ നിയമപ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ ഒരു നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഈ നിയമം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ധാരാളം നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പോലെ വിവരാവകാശ നിയമമാണ് ഒന്നാമത്തേത്. 2005 വന്ന 2005 വിവരാവകാശ നിയമം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഈ പറഞ്ഞ വിവരാവകാശ നിയമം. അതുപോലെ നമുക്ക് പറയാം സേവനാവകാശ നിയമം 2012. ഈ ഒരു നിയമത്തിലൂടെ സേവനം പൗരന്മാരുടെ അവകാശമായിട്ട് മാറുകയാണ് ചെയ്തത്.
ഫലപ്രദവും സമയബന്ധിതവുമായ സേവനം ഈ നിയമം വഴി പൗരന്മാർക്ക് ഉറപ്പാക്കി നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 2012 വന്നിട്ടുള്ള സേവനാവകാശ നിയമം. അതുപോലെ നമുക്ക് പറയാം വനസംരക്ഷണ നിയമം, 1980 വനസംരക്ഷണ നിയമം. റിസർവ് വനം അങ്ങനെ ഇല്ലാതാക്കണം എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം എന്നതാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഈ ഒരു നിയമം അനുസരിച്ച്, ഭക്ഷ്യസുരക്ഷാ നിയമം 2013 അനുസരിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷ അലവൻസിനുള്ള വ്യവസ്ഥ ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ധാരാളം നിയമങ്ങൾ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പരാമർശിച്ചതുപോലെ ചില നിയമങ്ങൾ പൊതുവെ ഉള്ളതും എന്നാൽ ചില വിഭാഗം നിയമങ്ങൾ ചില വിഭാഗത്തിനുള്ളവയുമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ പോലെയുള്ളവയൊക്കെ സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ളവയാണ്. ഉദാഹരണമായിട്ട് നമ്മളിവിടെ പോക്സോ നിയമത്തെക്കുറിച്ച് പറയാവുന്നതാണ്. അതായത് കുട്ടികളും അവകാശങ്ങളും പഠിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന തലക്കെട്ട് നോക്കിക്കേ. കുട്ടികളുടെയും അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നിയമങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. ഇവിടെ ഈ തലക്കെട്ടുകൾ, വാർത്താ തലക്കെട്ടുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. ബാലനീതി നിയമം. ബാലവേല നിരോധന നിയമം ലംഘിച്ചു, ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബാലവേല നിരോധന നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ബാലവേല നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം തുടങ്ങി ധാരാളം നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഇവിടെ നൽകിയതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, സുരക്ഷിതമായ ബാല്യം എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അപ്പൊ ഈ ഒരു സുരക്ഷ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ നിലവിലുള്ളത്. അതിനുദാഹരണമായിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ തലക്കെട്ടുകളിൽ കണ്ടിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ബാലവേല നിരോധന നിയമം 1986 ഒന്നാമത്തേത്. ബാലവേല നിരോധന നിയമം. 14 വയസ്സിന് താഴെയുള്ള, ശ്രദ്ധിക്കണം, ഈ ഒരു പ്രായം നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. 18 വയസ്സ് എന്ന് കരുതരുത്, 14 വയസ്സാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് ബാലവേല നിരോധന നിയമം 1986 നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്നാൽ 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും ഇടയിലുള്ള കൗമാരപ്രായക്കാർക്കും ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്ന് പിന്നീട് ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1986 നിയമപ്രകാരം, അതായത് ബാലവേല നിരോധന നിയമം 1986 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ബാലവേലയായി കരുതുന്നത്. എന്നാൽ 2016 ഭേദഗതി പ്രകാരം 14-നും 18-നും ഇടയിലുള്ള കൗമാരക്കാർക്കും ബാലവേലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമമാണ് 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്നത്. പഠനത്തിന് ആവശ്യമായിട്ടുള്ള ചെലവ് വഹിക്കാൻ കുട്ടിക്ക് ബാധ്യത വരുന്നില്ല. നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നത് സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികൃതർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ ഉത്തരവാദിത്വവും ചുമതലയുമായിട്ടാണ് ഈ ഒരു നിയമം അനുശാസിക്കുന്നത്. ഇവിടെ പറയുന്നത് 6 വയസ്സ് കഴിഞ്ഞ കുട്ടി സ്കൂളിൽ പോകാത്ത ഒരവസ്ഥ ഉണ്ട് എങ്കിൽ കുട്ടിയുടെ വയസ്സിന് അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സിൽ കുട്ടിയെ പ്രവേശിപ്പിക്കേണ്ടതാണ് എന്നാണ്. കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കുട്ടിക്ക് പ്രത്യേക പരിശീലനം നൽകണം എന്നും പറയുന്നുണ്ട്.
14 വയസ്സ് കഴിഞ്ഞാലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുട്ടിക്ക് അവകാശം ഉണ്ട് എന്നും പറയുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇല്ലാത്ത സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് എങ്കിൽ അവിടെ നിന്നും കുട്ടിക്ക് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റം ആവശ്യപ്പെടാനും നിയമം അവകാശം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇനി ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നു. രണ്ട് തരത്തിലും ദേശീയ തലത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ബാലനീതി നിയമമാണ് 2015. സുരക്ഷിതമായിട്ടുള്ള ബാല്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായിട്ട് കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതുമാണ്. ഓക്കെ, ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ശിക്ഷാർഹമാണ്. ഇത്തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ അവ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. കാരണം സുരക്ഷിതമായ ബാല്യം എന്നത് ഒരു കുട്ടിയുടെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ബാലാവകാശ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് November 20 ബാലാവകാശ സംരക്ഷണ ദിനം November 20. അപ്പൊ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ബാലാവകാശ സംരക്ഷണ ദിനം November 20 ബാലാവകാശ സംരക്ഷണ ദിനം November 20. ബാലവേല വിരുദ്ധ ദിനം June 12 ബാലവേല വിരുദ്ധ ദിനം June 12 ആണ്. ഓക്കെ, ഡേറ്റ്സ് ഓർത്ത് വെക്കുക. ലോക ബാലാവകാശ സംരക്ഷണ ദിനം November 20, ബാലവേല വിരുദ്ധ ദിനം June 12. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ളത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ ആക്ട് 2012 കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ പോക്സോ ആക്ട് ആണ് കുട്ടികൾക്കെതിരെ ഏറി വരുന്ന ഒരു ലൈംഗിക പീഡനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുന്നതിനും വേണ്ടിയിട്ട് 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടും നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു നിയമം, പോക്സോ നിയമം. 2012 November 14 ഈ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത്. പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളെ അശ്ലീല പുസ്തകങ്ങൾ കാണിക്കൽ, അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രമെടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ വിചാരണ നടപടികളിൽ ബാലസൗഹൃദ സമീപനം ഉറപ്പുവരുത്തുക എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും പോക്സോ നിയമം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്തരത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിയമമാണ് പോക്സോ ആക്ട് എന്നത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ലിംഗ പദവി വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ പഠിച്ചു വന്നു. കുട്ടികൾക്കായുള്ളതും പൊതുജനങ്ങൾക്കായുള്ളതുമായ വിവിധ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം ഇന്ന് സുഗമമായി മുന്നോട്ടു പോകുന്നത്. അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ നിയമവാഴ്ചയാണ്.
എല്ലാ നിയമങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ്. അതായത് ആർക്കും നിയമത്തിന് അതീതരാകാൻ കഴിയില്ല. നിയമലംഘനത്തിനും കുറ്റകൃത്യത്തിനും വിവേചനപരമായി ശിക്ഷ നൽകാനും പാടില്ല. ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ നിയമത്തിനു മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് നിയമവാഴ്ച. ഇത്തരത്തിൽ നിയമം പാലിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നിയമം പാലിക്കപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ, നിയമലംഘനം സംഭവിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ഉദാഹരണമായിട്ട് സ്കൂളുകളാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാലയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാൽ എങ്ങനെയാണ്? നമ്മൾ ആരെ സമീപിക്കും? ഉത്തരവാദിത്തപ്പെട്ടവരെ സമീപിക്കും. എന്നിട്ട് തർക്ക പരിഹാര സംവിധാനങ്ങളെ പറ്റി ആവശ്യപ്പെടും, അല്ലെ? അപ്പൊ അത്തരത്തിൽ സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്തുവാനും അവയ്ക്ക് പരിഹാരം കാണുവാനും വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് നമുക്കിവിടെ ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രത സമിതികൾ ഇന്ന് നിലവിലുണ്ട്. പ്രധാനമായും നമുക്ക് പറയാം പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, അതുപോലെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രത സമിതികളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനും അവയ്ക്ക് പരിഹാരം കാണാനായും സാധിക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ നമ്മൾ പോലീസിനെ സമീപിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല എന്ന് പറയുന്നത്. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. എന്നാൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം വരുന്നത് കോടതികൾക്കാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. ഇന്ന് നിലവിലുള്ള കോടതികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടതികളുടെ ശ്രേണി ഘടനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയാണ് സുപ്രീം കോടതി. തൊട്ടു താഴെയായി ഹൈക്കോടതികൾ ഉണ്ട്. അതിനുശേഷമാണ് ജില്ലാ കോടതികൾ വരുന്നത്. ഏറ്റവും കീഴെയായിട്ടാണ് കീഴ്ക്കോടതികൾ നിലവിലുള്ളത്. അപ്പൊ ഇതാണ് കോടതികളുടെ ഒരു ശ്രേണി ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സുപ്രീം കോടതി എന്നാൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സുപ്രീം കോടതി. ഇനി ഹൈക്കോടതികളിലേക്ക് വരുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും ഉയർന്ന കോടതി ഏതെന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇതാണ് സുപ്രീം കോടതി, കേരള ഹൈക്കോടതി എന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ വിവിധ തരം കോടതികൾ ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവയാണ് നമ്മൾ ഈ പറഞ്ഞ കോടതികളുടെ ശ്രേണി ഘടനയിൽ നമ്മളിപ്പോൾ കണ്ടത്. സുപ്രീം കോടതി, ഹൈക്കോടതി, അവയ്ക്ക് ശേഷം ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും നിലവിലുണ്ട്. ഓക്കെ, നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ആണ്. അതായത് സുഗമമായ സാമൂഹിക ജീവിതത്തിന് അനിവാര്യമായ ഒന്നാണ് നിയമം എന്നും നിയമവ്യവസ്ഥകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വ്യക്തിക്കും സുരക്ഷിത ജീവിതം സാധ്യമാകുന്നത് എന്നും നമ്മളിവിടെ തിരിച്ചറിയണം. ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാന വിവരങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട തീയതികളും വർഷങ്ങളും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആശയങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുപോയി. ഓക്കെ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ഓക്കെ, വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇവയുടെ വിശദാംശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.